കൂട്ടുകാരെ, എല്ലാവർക്കും പിങ്കി വി ആർ ലോഗ് 2ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ അത്താഴം ഉണ്ടാക്കൽ പരിപാടിയാണ് കേട്ടോ. അത്താഴത്തിന് ഇന്ന് ചക്കക്കളിയാണ്. നമുക്ക് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു. അപ്പം ആ ചക്ക എടുത്ത് നമ്മൾ ചക്കക്കളി വെക്കുകയാണ്. അതേ വൈകുന്നേരം വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ ഡ്യൂട്ടി രാവിലെ കാപ്പിക്ക് വേണ്ടിയുള്ള സാമ്പാറിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ കേട്ടോ. രാവിലെ നമുക്ക് അച്ചായിക്ക് അമ്പലത്തിൽ കാപ്പി കൊടുത്ത് അയക്കണമല്ലോ വെളുപ്പിലെ. അപ്പോൾ അതിനുള്ള സാമ്പാറിൻ്റെ പരിപാടിയൊക്കെയാണ് അമ്മ താണ്ട്. നമ്മൾ ചക്കക്കളി വെക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല പഴുത്ത ചക്കയായിരിക്കണം കേട്ടോ. പഴുത്ത ചക്ക, ഒരു മുറി തേങ്ങ, അതുപോലെ തന്നെ ആ ഒരു മുറി തേങ്ങ നമ്മൾ ആട്ടാൻ പോവുകയാണ് മിക്സിയുടെ ജാറിലിട്ട്. നല്ല രീതിയിൽ മഷി പോലെ ആ പാല് വരുന്ന രീതിക്ക് ആട്ടിയെടുക്കുക. അപ്പോൾ അതിനുശേഷം നല്ലൊരു പാത്രം എടുത്ത് അരിപ്പെടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ പഴുത്ത ചക്ക, പിന്നെ ഒന്നാം പാലാണ് ഈ കാണിക്കുന്ന ഈ മിക്സിയുടെ ജാറിൽ ഇരിക്കുന്ന രണ്ടാം പാല്, അപ്പുറത്തിരിക്കുന്നതാണ് അരിപ്പൊടി കലക്കിയതാണത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ട. ആദ്യം ഒരു പാത്രം എടുക്കുക, അതിനകത്തേക്ക് പഴുത്ത ചക്ക നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാം പാല് ഒഴിച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വെക്കുവാണേ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ രണ്ടാം പാലിൽ ഈ പഴുത്ത ചക്ക നല്ല രീതിയിൽ കിടന്ന് വേവണം കേട്ടോ. വെന്തതിൻ്റെ ആ ഒരു മധുരവും ഗുണവും ഒക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഏലക്ക പൊടിച്ച് വേണേൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതളാക്കി ഇട്ടാലും മതി. ഞാൻ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് തിളച്ച് പറ്റി വന്നപ്പോഴത്തേക്ക് നമ്മുടെ അരിമാവ് കലക്കി വെച്ചില്ലായിരുന്നോ, ആ കലക്കി വെച്ച അരിമാവാണ് ഈ ചക്കയ്ക്കകത്തേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് ഏകദേശം കുറുകി നല്ല കട്ടിയാവുന്നൊരു പരുവമുണ്ടല്ലോ, ആ പരുവത്തിന് വരും കേട്ടോ. ദാണ്ടേ ഈ കാണുന്ന പരുവം. ഈ സമയത്താണ് നമ്മളുടെ ഒന്നാം പാല് പിഴിഞ്ഞ് വെച്ചേക്കുന്നത് ഒഴിക്കേണ്ടത്. പിന്നെ പഞ്ചസാര ഇപ്പോൾ ഞാൻ ഇടുന്നില്ല. നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് കുടിക്കുന്ന സമയത്ത് അവരവരുടെ മധുരം അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ചക്കക്കളിയാണ് നമ്മൾ വെച്ചത്. ഇതേ സെയിം രീതിയിൽ തന്നെ ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത്തയ്ക്ക, നല്ല പഴുത്ത ഏത്തയ്ക്ക വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. അന്നേരം ഏത്തയ്ക്ക കളിയാവും. ഇപ്പോൾ ഇത് ചക്ക വെച്ച് ഉണ്ടാക്കിയുണ്ട് ചക്കക്കളിയാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ചക്കക്കളി, ഏകദേശം അല്ല കംപ്ലീറ്റ് നമ്മുടെ ചക്കക്കളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപാര രുചിയാണ് മക്കളെ. ഇത് കൂട്ടിയാൽ രാവിലെ വേണേൽ നമുക്ക് രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ 4 മണിക്ക് വേണേൽ അങ്ങനെ കഴിക്കാം. ഇതൊരു അത്താഴത്തിന് ഒരു നേരം വേണേൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ടാറ്റാ.